നമസ്കാരം. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. പൗരത്വ ഭേദഗതിയും കർഷക പ്രക്ഷോഭവും വരെ മറികടന്ന മോദി സർക്കാരിന് ഒടുവിൽ സ്വന്തം കേന്ദ്രമന്ത്രിയുടെ രാജി എഴുതി വാങ്ങേണ്ടി വന്നു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളൊന്നും കൊണ്ടല്ലാതെ, മറിച്ച് രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും രോഷത്തിന് മുന്നിൽ കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ള വല്ലാത്തൊരു വാർത്ത. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും പാർലമെന്റിനെ സ്തംഭിപ്പിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പിന്നില് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹിയെ വിറപ്പിച്ചിട്ടുള്ള ആ പ്രതിഷേധങ്ങളുടെയും സർക്കാരിനെ ഭയപ്പെടുത്തിയിട്ടുള്ള ആ നിർണായക നീക്കങ്ങളുടെയൊക്കെ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ്? വീഡിയോ തുറന്നു കാണാം. 2014 നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി കേന്ദ്രത്തിൽ അധികാരമേറ്റ ശേഷം ഇതുവരെ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള വലിയ പ്രതിസന്ധികളോ ഇല്ലാതിരുന്നു എന്ന് പറയാം, കുറവായിരുന്നു. കഴിഞ്ഞ 2 ടേമുകളിലും BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ 3ാം ടേമിൽ എത്തിയപ്പോ സർക്കാരിന് വലിയ തിരിച്ചടിയായത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയാണ്. പരീക്ഷ റദ്ദാക്കലും കുട്ടികളുടെ ആത്മഹത്യയും ഒക്കെ പുനഃപരീക്ഷയും ഒക്കെ ആയിട്ട് ഉയർന്നിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ച് പുറത്തേക്ക് പോണത്. BJPയുടെ പ്രധാന പിന്തുണ പങ്കാളിയായിട്ടുള്ള യുവജനങ്ങൾ, അറിയാലോ, യുവാക്കളാണ് BJPക്കൊപ്പം സപ്പോർട്ടായി എപ്പോഴും നിൽക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ അവരൊക്കെ നീറ്റ് വിഷയത്തിൽ രോഷാകുലരായി. ഈ വിഷയത്തിൽ BJP അനുകൂലികളായിട്ടുള്ള യുവാക്കൾ പോലും പ്രതിഷേധിച്ച് CJPക്കും മറ്റും പിന്തുണ പ്രഖ്യാപിച്ചു. ചുരുക്കം പറഞ്ഞാൽ കേന്ദ്രത്തെ ശരിക്കും ഭയപ്പെടുത്തിയത് ഇതൊക്കെയാണ്. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ യുവാക്കളെ നേരിട്ട്, സാധാരണത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ഓൺലൈനിൽ വരാറില്ല, മീഡിയക്കാരെ കാണാറില്ല, പതുങ്ങിയിരുന്നു കൊണ്ട് മൻ കി ബാത്ത് പോലുള്ള പരിപാടികൾ മാത്രമാണ് ചെയ്യാറ്. എന്നാൽ അത് മാറിയിട്ട് ലൈവിൽ വന്ന് സംസാരിക്കേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ യുവാക്കളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ സെൽഫി മോഡ് വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ട് മറ്റു മന്ത്രിമാരോടും അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പാറ്റകളുടെ ഈ പ്രതിഷേധം കൈവിട്ടു പോയാലും ഭരണപരമായിട്ടുള്ള നീക്കങ്ങൾ, ഒരുപക്ഷെ ഭരണം തന്നെ കൈവിട്ടു പോകും, തടസ്സപ്പെട്ടു പോകും എന്ന് നരേന്ദ്രമോദി സർക്കാരിന് മനസ്സിലായി, കേന്ദ്രം മനസ്സിലാക്കിയത്. കാര്യം മറ്റ് രാജ്യങ്ങളിൽ ഇത് കണ്ടതാ. അതിവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണി പാളും. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ സാധാരണയായിട്ട് പ്രതിപക്ഷത്തെ നയിക്കേണ്ട കോൺഗ്രസിന് അത് കൃത്യമാക്കി അന്ന് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. ആ സമയത്താണ് പ്രധാന നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്ധിയും ഒക്കെ സജീവമായിട്ട് രംഗത്തുണ്ടാകേണ്ടിയിരുന്നത്. അവരതുണ്ടായിരുന്നുമില്ല. കാരണം അവർക്ക് അതിനുള്ള ഗഡ്സ് ഇല്ലായിരുന്നു തോന്നുന്നുണ്ട്. രാഹുൽ ഗാന്ധി അന്ന് വിദേശത്ത് വരെ ആയിരുന്നു. വളരെ വിമർശനമായിരുന്നു അതൊക്കെ. കാരണം ഇന്ത്യ ഇത്തരത്തിൽ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് മൂപ്പര് വീണ വായിക്കാൻ പോയി എന്ന രീതിയിൽ സംസാരം വന്നിരുന്നു. എന്നാൽ CJP എന്ന ഒരു കൂട്ടായ്മ, CJP എന്ന ഒരു കേവലം ഒരു 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 പ്രതീകാത്മക സംഘടനയാണ്. ആ പ്രതീകാത്മക സംഘടന, പക്ഷെ ആ കുട്ടികൾ വിദ്യാർത്ഥികൾ അഭ്യസ്തവിദ്യരാണ് അതിന്റെ പിന്നിൽ. അവരെ നമുക്ക് തല്ലി ഒതുക്കാനൊന്നും കഴിയില്ല. കഴിഞ്ഞ ദിവസം BJP സർക്കാർ അത് മനസ്സിലായി. പോലീസിനെ തല്ലി ഒതുക്കാൻ നോക്കിയിട്ട് കുട്ടികളെ നിന്നിങ്ങോട്ട് കൊല്ലുകയാണ്. പെൺകുട്ടികളെയൊക്കെ അപമാനിച്ചു കളഞ്ഞു. അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളാണ് വനിതാ പോലീസ് അടക്കം കാണിച്ചു കൂട്ടിയത്. അതൊക്കെ ബെർ ചെയ്യാതെ പോലും പലപ്പോഴും നമുക്ക് പല വീഡിയോകൾ കാണാൻ കഴിയുന്നില്ല. അവരെ അപമാനിക്കാനൊക്കെ അത്ര വിധത്തിൽ അവർ നടത്തിയിരുന്നു. കാരണം എങ്ങനെയെങ്കിലും നിർത്തിപ്പോണം, അടുത്ത് നിർത്തിപ്പോണം. അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് കുത്തുക, ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് അടിക്കുക. അവരെ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന നിലപാടിൽ അവിടെ നിന്നത് കൊണ്ടാണ് ഇങ്ങനെ തോറ്റ് തുന്നമാടേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ സർക്കാരിൽ ഇങ്ങനെ ഒരു മന്ത്രി രാജിവെക്കുന്നു തോന്നുന്നുണ്ടോ? കാരണം അവർക്ക് എല്ലാവരും കൂടെ ചേർന്നാൽ ആവശ്യത്തിനുള്ള ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും ഭരണത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുള്ള ഭൂരിപക്ഷം ഇപ്പോഴും അവർക്കുണ്ട്, ഈ കൂട്ടുകക്ഷി ആണെങ്കിൽ കൂടി. പക്ഷെ യുവാക്കൾ ഇത്തരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന, അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയിലധികം യുവാക്കളാ. ആ യുവാക്കളെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അതറിയാത്ത മോഡന്മാരായിപ്പോയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സർക്കാർ എന്നുള്ള ഒരു പോരായ്മ ഉണ്ടായത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ പ്രതിഷേധം അതിശക്തമാവുകയും പിന്നീട് രാഹുൽ ഗാന്ധി അതിലേക്ക് അങ്ങോട്ട് എത്തുകയും ചെയ്തോടെ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ച. പിന്നെ മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിനാഘോഷത്തിന് എത്തിയിട്ടുള്ള MP-മാര് പെട്ടെന്ന് ഗാന്ധി സ്മൃതി മണ്ഡലത്തിലേക്ക് വാഹനത്തിൽ വരിക, തിരിക്കുക. പിന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ വളരെ ശക്തമായി മുന്നേറുക. ഇതൊക്കെ ചെയ്തതോടുകൂടി BJP ആകെ അവതാളത്തിലായിപ്പോയി. മുമ്പ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആയിരക്കണക്കിന് കർഷകർ ട്രാക്ടറുകളിൽ എത്തിയിട്ട് ഡൽഹി റെഡ് ഫോർട്ടിലേക്ക് വരെ ഇടിച്ചു കയറിയിട്ടുള്ള കർഷക പ്രക്ഷോഭം നമ്മൾ കണ്ടതാണെന്ന്, അതും കൊറോണന്റെ കാലത്ത്. എന്നാൽ ഇത്തവണ CJPയുടെ നേതൃത്വത്തിൽ നടന്നുള്ള പ്രതിഷേധം നോ പാർക്കിംഗ് മേഖലയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വരെ എത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ പാർലമെന്റിലേക്കും
പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും കൂടുതൽ ആളുകളുമായി മാർച്ച് നടത്തുമെന്ന താക്കീത്, അത് രാജ്യസുരക്ഷയും ക്രമസമാധാനത്തെയും ബാധിക്കുമെന്ന് സർക്കാർ പേടിച്ചു വിറച്ചുപോയി. കാരണം യുവാക്കൾ എന്ത് ചെയ്യും, എല്ലാത്തിനും തല്ലുകൊല്ലാൻ പറ്റുമോ? അങ്ങനെ അടികൊണ്ടു കഴിഞ്ഞാൽ സാധാരണ ഓടുന്ന ചെറുപ്പക്കാരെയാണ് നമ്മൾ കാണുക. രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാ. അവരുടെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ പോലീസിൽ ആത്തിയെടുത്ത് അടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ചീറ്റുമ്പോൾ അവർ ഓടി വിളിക്കും. പക്ഷെ ഈ യുവാക്കൾ അതല്ല ചെയ്യുന്നത്. അവർ നിന്ന് കൊള്ളാണ്. നിങ്ങൾ കൊന്നോ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയത്? സ്വന്തം ശരീരത്തിൽ കുത്തി അപമാനിക്കുക, ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ട് അപമാനിക്കുക, ഇതൊക്കെ ചെയ്തിട്ടും ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവരൊക്കെ അതിനെ പ്രതിരോധിച്ച് നിന്നത് ചില്ലറ ഒരു തന്റെ ഇടമല്ല. ഇതൊക്കെ എന്തായാലും അവർ കാണുന്നുണ്ടല്ലോ, ഭരണകൂടത്തൊക്കെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇത് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഭരണം പോവും. മാത്രമല്ല ഈ സർക്കാരിന് ഈ അഡ്രസ്സ് കാണൂല. മറ്റ് ശ്രീലങ്കയിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് വേഗം രാജിച്ചു പോകാനായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞത്. അതായത് പാർട്ടികൾ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷനും, മുഴുവൻ കണ്ടീഷനും അതേപടി അംഗീകരിച്ചേക്കാണ്. വള്ളി പുള്ളി വിടാതെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ്. നിലവിൽ ഇനിയിപ്പോ വരാൻ പോകുന്ന സമ്മേളനത്തിൽ 800-ലധികം ലോക്സഭാ സീറ്റുകളിലേക്ക് മണ്ഡലങ്ങൾ മാറുന്നുണ്ട്. പാർലമെന്റ് സീറ്റ് 800 ആകുമെന്ന് പറയണ്ടേ. അങ്ങനെയുള്ള മണ്ഡല പുനർനിർണയവും അതേപോലെ വനിതാ സംവരണവും ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങിയില്ലേ? തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK തമ്മിലുള്ള അകൽച്ച മുതലെടുത്ത് പിന്നെ AAP, ശിവസേന തുടങ്ങിയ കക്ഷികളെയൊക്കെ ഭിന്നിപ്പിച്ച് നിർത്തി തന്ത്രപരമായിട്ട് ബില്ലുകൾ ഇങ്ങനെ പാസ്സാക്കി എടുത്ത് അത് സെറ്റാക്കാമെന്ന് കരുതിയതിന്റെ ഇടയിലാണ് ഈ പ്രതിഷേധം കാരണം പാർലമെന്റ് നടപടികൾ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വകത്ത് സ്തംഭിച്ചു പോയത്. അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് ആ ഏരിയയിലെ മുഴുവൻ മെട്രോ സർവീസ് സ്റ്റേഷനുകൾ പൂട്ടിയിടുക. പിന്നെ ഈ സർക്കാരിന്റെ വേറൊരു വികൃതി, വല്ലാത്തൊരു വികൃതിയാണത്. അതായത് സമരം നടത്തണമെങ്കിൽ ആ ഏരിയയിലുള്ള മുഴുവൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു നീറ്റ് പരീക്ഷണം പറഞ്ഞ് കണ്ട ഒരു സോഷ്യൽ മീഡിയ മുഴുവൻ നിർത്തുക. അല്ലെ, ബാക്കിയുള്ളവർക്ക് പൊട്ടന്മാരാണെന്നാണ് കരുതിയേക്കുന്നത്. ഈ പാർട്ടികൾ മുഴുവൻ അവരുടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടും അവർക്ക് കൃത്യമായിട്ട് അജണ്ട ഉണ്ടായിരുന്നു. അവരുടെ ചാറ്റ് കൃത്യമായിട്ട് നടന്നു. അവർക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അവർ ചാറ്റ് ചെയ്തു. അതിനുള്ള സംവിധാനം ഇന്നുണ്ട്. ടെക്നോളജി വളർന്ന് നമ്മുടെ സർക്കാരാണ് അറിയാത്തത്. വയസ്സമ്പടയാണല്ലോ ഇത് നയിച്ചുകൊണ്ട് പോണത്. പക്ഷേ ഈ കുട്ടികൾ അവരതിനുള്ള മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അവരത് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഒരു നിമിഷം പോലും അവരുടെ ഈ ഡാറ്റ ട്രാൻസാക്ഷൻ നിലച്ചു പോയിട്ടില്ല. കഴിഞ്ഞ 10-12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ഒരുപാട് തീരുമാനങ്ങൾക്ക് അതിനൊക്കെ എതിരെ വന്ന പ്രക്ഷോഭങ്ങളെല്ലാം കേന്ദ്രം അടിച്ചുടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. 2018 പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവരിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന വിഭാഗങ്ങൾക്ക് അഭയം നൽകാനായി കൊണ്ടുവന്നിട്ടുള്ള പൗരത്വ ഭേദഗതി ബില്ലുണ്ടല്ലോ, അതിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിയതിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നപ്പോൾ താൽക്കാലികമായി സർക്കാരിന് അന്ന് പിന്മാറേണ്ടി വന്നിരുന്നു. അതുപോലെ 2020 കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങൾക്കെതിരെ പഞ്ചാബ്, ഹരിയാന, UP എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ നടത്തിയിട്ടുള്ള ആ ദീർഘകാല പോരാട്ടം, ആ പോരാട്ടങ്ങൾ അവസാനം നിയമങ്ങൾ തന്നെ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്നാൽ മുൻകാലങ്ങളിലെ പൗരത്വ നിയമ പ്രക്ഷോഭത്തിൽ നിന്നോ കർഷക പ്രക്ഷോഭത്തിൽ നിന്നോ വ്യത്യസ്തമായിട്ട് നീറ്റ് വിഷയം രാജ്യത്തെ മുഴുവൻ യുവാക്കളെയും കലാ, കായിക, സിനിമാ രംഗത്തെ BJP അനുകൂലികളെയും പോലും ബാധിക്കുന്ന വിധത്തിൽ അവരൊക്കെ പ്രതികരിക്കുന്ന വിധത്തിലൊന്നായിരുന്നു. എന്തിന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങൾ പോലും ഈ സമരത്തെ അനുകൂലിച്ച്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ അനുകൂലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടു. നേരത്തെ 2018 മീറ്റു ആരോപണത്തെ തുടർന്ന് അന്നത്തെ കേന്ദ്ര സഹമന്ത്രി AJM അക്ബർ രാജിവെച്ചിരുന്നു എന്നുണ്ടെങ്കിലും അത് അദ്ദേഹം പത്രപ്രവർത്തനായിരുന്ന കാലത്തെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുടെ പേരിലായിരുന്നു. അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ ഭരണവീഴ്ചയോ ഒരു വകുപ്പിന്റെ കടുത്ത പാളിച്ചയോ കാരണം 12 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു കേന്ദ്രമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത്. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഈ മധ്യപ്രദേശിലെ ഭൂമി കുംഭകോണം, പിന്നെ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ, കള്ളം, മോഷണം, ഇതൊക്കെ മുന്നിൽ നിൽക്കെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം കൂടുതൽ വലിയ പരിക്കേൽക്കാതിരിക്കാനാണ് രാജി അങ്ങോട്ട് വെച്ചിട്ട് അടിയന്തര തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോ ഇത് അംഗീകരിച്ച് ഈ സമരം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടം വിട്ടിട്ട് ഇപ്പോ ഒരു നീറ്റ് പരീക്ഷ ക്രമക്കേട് മറ്റു കാര്യങ്ങൾ അതിലേക്ക് നിൽക്കുന്നുള്ളൂ. കുറച്ച് കുട്ടികളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇത് അവിടം വിട്ടിട്ട് കേന്ദ്ര ഭരണത്തിന്റെ ഓരോ വശങ്ങളിലേക്കും ഇത് കടന്നു ചെല്ലാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ യുവാക്കൾ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോ പുറപ്പെടുവിച്ചിരിക്കുന്ന ഹിന്ദു മുസ്ലിം വർഗീയ വിഭാഗീയത സൃഷ്ടിച്ചിട്ടുള്ള ഒരു മറ സൃഷ്ടിക്കലുണ്ടല്ലോ, അതുമാത്രം മതിയാവില്ല. അത് തിരിച്ചറിഞ്ഞിട്ടാണ് വേഗം രാജിവെച്ചോ എന്ന് പറഞ്ഞത്, തൽക്കാലം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട്. Different angles. Don't forget to subscribe and support this channel.